നിന്ന് കാണുന്ന എൻ്റെ ഡേ ഇൻ ലൈഫ് ആട്ടോ. അപ്പോൾ സമയമില്ല, നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. തനുകുട്ടിക്ക് രാവിലെ ഇതുപോലെ ഞാൻ സ്പീക്കറിൽ പാട്ടിട്ട് കൊടുക്കും. അപ്പോൾ അവൾ അതനുസരിച്ച് ഡാൻസ് ചെയ്യും. ഞാനും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തുള്ളിയിട്ടൊക്കെ പോകും. എന്നിട്ട് ഞാൻ വന്ന് ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചു ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ടും ശ്രീക്ക് കൊണ്ടുപോകാനായിട്ടും. അപ്പോഴത്തേനും കഴിച്ച് എൻ്റെ മൂക്കിൽ മൊത്തം ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാനൊരു ചാർക്കോൾ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പർപ്പിളിൽ നിന്ന് കണ്ട മേടിച്ചാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇതൊരുമാതിരി ഫെവിക്കോൾ കൺസിസ്റ്റൻസി ഞാൻ കണ്ട കേട്ടോ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകും. ഞാൻ ശരിക്കും ഇതല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ മറ്റേ സ്റ്റീൽ പോലെ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പാർലറിലൊക്കെ യൂസ് ചെയ്യില്ല, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നോക്കിയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ അതിന് അന്തം വിട്ടത് നോക്കുന്നുണ്ട്. അമ്മ എന്തോ മൂക്കിലിട്ടിരിക്കുന്നതെന്ന് രീതിയിൽ. എന്നിട്ട് ഈ ഷിട്ടുവിനെ പോയി വട്ടൊക്കെ ആക്കിയായിരുന്നു. ഷിട്ടു പക്ഷേ യാതൊരു കുലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. തനും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മൂക്കിൽ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഹൈ ചെയർ ക്ലീൻ ചെയ്യുവാണ്. രാവിലെ എന്തുമായിരുന്നു, പൂരിയും ഗ്രീൻ പീസും ആയിരുന്നു. അപ്പോൾ അത് മൊത്തം അതിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടുവെള്ളത്തിനൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഷിട്ടുവിന് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് പൊളിച്ച് അവന് കൊടുത്തു. അവൻ ഞാൻ പൊളിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ വന്നിക്കും. അവനറിയാം മുട്ട പൊളിക്കുന്ന ടൈമൊക്കെ. ഞാൻ ഇടയ്ക്ക് തനുവിന് വെള്ളം കൊടുക്കുന്നുണ്ട്. കാര്യം ഷിട്ടുമായിട്ട് ഭയങ്കര കളിയാണ്. ഇത് കണ്ടോ ഗൈസ്, അവൾ ഇറങ്ങി ഓടിയത്. ഞാൻ അവിടെ നിൽക്കടിയെന്ന് പറഞ്ഞപ്പോഴത്തേന് അവൾ കുറച്ചും കൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ പൊക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്ന ശേഷം ഞാൻ പോയി ചപ്പാത്തി ബാക്കി പരത്തി ഉണ്ടാക്കിയൊക്കെ വച്ചു. ഞാൻ ഇടയ്ക്ക് അവരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭയങ്കര കളിയാണ്, രണ്ടുപേരും കൂടെ ബോൾ ഫെച്ച് കളിക്കുവാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ശ്രീക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് രാവിലത്തെ ഗ്രീൻ പീസ് കറിയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് കുക്കുംബറൊക്കെ കട്ട് ചെയ്തു കൊടുത്തു. അതിലൊന്ന് ഞാൻ തനുക്കുട്ടിക്ക് കൊടുത്തപ്പോൾ തനുക്കുട്ടി തുപ്പിക്കളഞ്ഞു, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഞാനും അതിലൊന്നെടുത്ത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ കണ്ടോ ഉപ്പും പെപ്പറും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഷേക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോഴാണ് ഞാൻ മൂക്കിലുള്ള സാധനം അങ്ങ് ഇടാൻ ഇളക്കമുള്ള കാര്യം അങ്ങ് മറന്നുപോയത്. അതൊന്ന് ഇളക്കി. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ എൻ്റെ സ്വർഗ്ഗം വേണം കണ്ടു തരാം. മൂക്കിൽ ആ നടുക്കുള്ള സാധനം ഒട്ടിപ്പോയി. എൻ്റെ അമ്മയെ അതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എൻ്റെ കണ്ണിക്കൂടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂക്ക് ഒരുമാതിരി ചുമന്ന ആപ്പിൾ പോലെ ആയി. എന്നിട്ട് ഞാൻ വെളിച്ചത്തൊക്കെ നിന്ന് നോക്കുകയാണ് എല്ലാം പോയോന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ എല്ലാം പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് ഞാൻ തുളച്ച് വൃത്തിയാക്കിയ ശേഷം എൻ്റെ തന്നുക്കുട്ടിയായിട്ട് ഞാൻ ബാൽക്കണിയിൽ ഞാൻ പോയിരുന്നു. അവിടെ കാക്കയും പൂച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീജൻ എവിടെ, നമ്മുടെ കാർ എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത് ഒന്ന് സംസാരിപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ശ്രീ കുളിച്ച് കുട്ടമ്മയാക്കി സുന്ദരനായിട്ട് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവുമായിരുന്നു. എന്നിട്ട് ശ്രീ ഷിറ്റുമായിട്ട് എടുത്തിട്ട് വന്ന് ഫെച്ച് കളിക്കുകയാണ്. അവന് ഫെച്ച് കളി ബോൾ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെയും വൈകിട്ടൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ പോത്ത് വരെ കിടന്ന് ഉറങ്ങിക്കോളും കുറച്ച് നേരം കിടന്ന്. അത് കഴിഞ്ഞ് ശ്രീ വന്ന് വിളക്കൊക്കെ കത്തിച്ചു. തനുമ്മ ശ്രീൻ്റെ പാനമേലൊക്കെ പിടിച്ച് വലിച്ച് ഷിട്ടു ചത്തവല സൈഡിൽ കിടപ്പുണ്ട്. അത് 2 അടിയൊക്കെ കൊടുത്ത് പെണിയിപ്പിക്കും. എന്നിട്ട് ബാക്കി നമുക്ക് പാർട്ട് 3 കാണാം.